ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി ഡ്രോണുകൾ നമ്മൾ കൃഷികൾക്കായി ഉപയോഗിക്കും. കർഷകർക്ക് വളരെയധികം ഉപകാരപ്രദമാണ് ഈ ഡ്രോൺ പോലെയുള്ള. ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഡ്രോൺ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിരീതികൾ കൂടുതലായി പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിരീതികൾ ഇന്ന് കർഷകർക്ക് നിരവധി ഗുണങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത്. വർദ്ധിച്ച കാര്യക്ഷമത, മെച്ചപ്പെട്ട വിളവ്, കുറഞ്ഞ ചെലവിലുള്ള കൃഷിരീതികൾ എന്നിവയെല്ലാമാണ്. കാർഷിക മേഖലയിൽ വിവിധ ജോലികൾക്കായി ഡ്രോണുകൾ ഉപയോഗിക്കാറുണ്ട്. ക്രോപ്പ് മാപ്പിംഗ്, മണ്ണ് വിശകലനം, ജലസേചനം, കീടനിയന്ത്രണം എന്നിവയുൾപ്പെടെ മറ്റ് നിരവധി കാര്യങ്ങൾക്കാണ് ഡ്രോണുകൾ ഉപയോഗിക്കാറുള്ളത്. ഡ്രോൺ സാങ്കേതികവിദ്യ കാർഷിക മേഖലയിൽ ഫലപ്രദമായി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നിരവധി പരീക്ഷണങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ ആശമാനൂർ പഞ്ചായത്തിലാണ്. ഇവിടെയുള്ള പുന്നയം പാടശേഖരത്ത് ഈ പഞ്ചായത്തിൽ തന്നെ ആദ്യമായി ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിരീതി കാണുന്നതിന് വേണ്ടിയാണ് നമ്മളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡോക്ടർ ദീപ തോമസ്, വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് അഗ്രോണമി വിഭാഗത്തിൽ. നെൽകൃഷിയിൽ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് നമ്മൾ സ്പ്രേയറുകൾ ഉപയോഗിക്കാറുണ്ട്. അതായത് രോഗപ്രതിരോധത്തിനായിട്ട് സ്യൂഡോമോണാസ്, അതുപോലെ തന്നെ കുമിൾനാശിനികൾ, പിന്നെ വിളപരിപാലനത്തിൻ്റെ ഭാഗമായിട്ട് സമ്പൂർണ്ണ പോലുള്ള സൂക്ഷ്മമൂലകങ്ങളുടെ സ്പ്രേയിങ്, കീടനാശിനികൾ എന്നിവ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് നമ്മൾ സ്പ്രേയറുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ സ്പ്രേയറുകൾ നമ്മൾ പറയുന്ന രീതിയിൽ കൃത്യമായ അളവിലാണ് സ്പ്രേ വോളിയം വരുന്ന രീതിയിൽ 10 കുറ്റിയെങ്കിലും പോലും ഒരു ഏക്കറിന് അടിക്കാനായിട്ട് കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടാണ്. തൊഴിലാളികളുടെ ലഭ്യത ഒക്കെ അതിനകത്തൊരു കാരണമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അടിക്കുന്നതിൻ്റെ എഫിഷ്യൻസി നമുക്ക് കൃത്യമായ രീതിയിൽ ലഭിക്കാറില്ല. ഇതിപ്പോൾ നമുക്ക് ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി ഡ്രോണുകൾ നമ്മൾ കൃഷികൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. ഡ്രോൺ ഉപയോഗിച്ച് നമുക്ക് ഈ ഇൻപുട്സിനെ എങ്ങനെ കൃഷിയിടങ്ങളിലേക്ക് കൃഷിഭൂമിയിലേക്ക് എത്തിക്കാമെന്നുള്ളതാണ് നമ്മുടെ ഈ പരീക്ഷണം. ഈ പരീക്ഷണത്തിനകത്ത് നമുക്ക് സ്റ്റേറ്റിൻ്റെ SOP അനുസരിച്ചിട്ട് നമുക്ക് കീടനാശിനികളോ കുമിൾനാശിനികളോ രാസവസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല. പകരം ജൈവ കുമിൾനാശിനികളോ സമ്പൂർണ്ണ പോലുള്ള സൂക്ഷ്മമൂലകങ്ങളുമാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ച് വരുന്നത്. ഈ പദ്ധതി പ്രകാരം സ്റ്റേറ്റ് പ്ലാനിൻ്റെ 22-23 വർഷത്തിലെ പദ്ധതി പ്രകാരമാണ് നെൽകൃഷിയിലെ വിളവ് വർധനത്തിനും ഗുണമേന്മ വർദ്ധിക്കുന്നതിനുമായിട്ട് ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരമാണ് ആശമാനൂർ പഞ്ചായത്തിലെ പുന്നയം പാടശേഖരത്തിൽ നമ്മളിപ്പോൾ ഈ പരീക്ഷണം എക്സ്പെരിമെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പരീക്ഷണത്തിൽ നമ്മൾ നെൽകൃഷി ചെയ്തതിന് ശേഷം 20ാമത്തെ ദിവസം വരുമ്പോൾ അതിനകത്ത് ഒരു സൂഡോമോണാസ് സ്പ്രേയും രോഗങ്ങൾക്കെതിരെയുള്ള സൂഡോമോണാസ് സ്പ്രേ കൊടുക്കുന്നു. അതിനുശേഷം 30ാമത്തെ ദിവസവും 50ാമത്തെ ദിവസവും സൂക്ഷ്മമൂലകമായ സമ്പൂർണ്ണയുടെ സ്പ്രേ ഡ്രോൺ ഉപയോഗിച്ച് നൽകുന്നു. അതിനുശേഷം പൊട്ടാഷ്യം നൈട്രേറ്റ്, അതായത് നെല്ലിൻ്റെ തുടം വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ ആയിട്ട് പൊട്ടാഷ്യം നൈട്രേറ്റിൻ്റെ ഒരു സ്പ്രേയും കൂടെ നമ്മൾ ഇതിനകത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് നമുക്ക് സാധ്യമായ രീതിയിൽ സൂഡോമോണാസിൻ്റെയും സൂക്ഷ്മമൂലകങ്ങളെ സമ്പൂർണ്ണ അതുപോലെയുള്ള പൊട്ടാഷ്യം നൈട്രേറ്റ് എന്നിവയുടെ സ്പ്രേ വഴി നെൽകൃഷിയിൽ എങ്ങനെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാം എന്നുള്ളതിൻ്റെ സ്റ്റഡിയാണിത്. ഇത് പല ഘട്ടങ്ങളിലായിട്ട് പല ട്രീറ്റ്മെൻറ്റായിട്ട് ആണ് നമ്മളിത് ചെയ്തു വെക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ നിലവിൽ ഇപ്പോൾ കൃഷിക്കാർ ഉപയോഗിക്കുന്ന രീതിയുമായിട്ട് കൃഷിക്കാരുടെ പ്രാക്ടീസുമായിട്ട് ഇത് കമ്പയർ ചെയ്തിട്ട് ഇതിൽ നിന്നും എങ്ങനെ എഫിഷ്യൻ്റായിട്ട് ഇത് ഗുണമേന്മ വർദ്ധിപ്പിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് നോക്കുന്ന ഒരു പരീക്ഷണമാണ് ഇത്. വളമല്ല, സൂഡോമോണസ് കുമിൾനാശിനിയാണ്. ഫോട്ടോ എടുത്തപ്പോൾ തിരിച്ച ഫോട്ടോ എടുത്തപ്പോൾ പിന്നെ കിട്ടുക. വാഴ പോയ സന്തോഷത്തിൽ ചിരിച്ചു എന്നുള്ളതായില്ലേ?
പോകുന്നില്ലേ അതിനും ചെറിയ പാത്രത്തിൽ കൊണ്ടുപോകാം. എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഡ്രോൺ ഉപയോഗിച്ച് നെല്ലിന് മരുന്നടിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിലല്ല, നമ്മുടെ ഈ ബ്ലോക്കിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംരംഭം നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ ഈ ഒരു പുതിയ കാലഘട്ടത്തിന് ഒരു ആവശ്യമാണ് ഇപ്പോൾ ഡ്രോൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ ദീപാ മേഡമാണ് ഇങ്ങനൊരു നിർദ്ദേശം നമ്മുടെ അടുത്ത് വെച്ചത്. അപ്പം നമ്മുടെ ഇവിടെ പഞ്ചായത്തിന് സൗകര്യം ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെയുള്ള നമ്മുടെ കർഷകർ വളരെ താല്പര്യത്തോടെ 10 ലിറ്റർ കൊണ്ട് നമുക്ക് 1 ഏക്കർ അടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മെച്ചം. അപ്പം നമുക്കിപ്പോൾ അറിയാം, നമുക്ക് തൊഴിലാളികളെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഡ്രോണിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് മാത്രമല്ല, കൂടുതൽ കാര്യക്ഷമമായിട്ട് നമുക്ക് ഈ ചെടികളിലേക്ക് മരുന്ന് എത്തിക്കാനും പറ്റും. അപ്പം ഇതിൻ്റെ ഇലയുടെ 2 വശങ്ങളിലും 7 തീരെ ചെറിയ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ് നമ്മളിത് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ അത് അത്രയും ചെടികൾക്ക് വലിച്ചെടുക്കാനും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് അത് ഉപയോഗിക്കാനും നമുക്ക് സാധിക്കും. ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഇത് സംബന്ധിക്കുന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം രാവിലെ 8 മണിക്ക് തന്നെ ഇവിടെ എത്തിയതാണ്. അതുപോലെ വാർഡ് മെമ്പറുണ്ട്, കർഷകരുണ്ട്. എല്ലാവർക്കും ഞാൻ ഇതിലേക്ക് ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ മറ്റുള്ള കർഷകരിലേക്കും ഈ ഒരു നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു സന്ദേശം മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി. 2 വാക്ക് സംസാരിക്കുന്നതിനായിട്ട് വൈസ് പ്രസിഡന്റിനെ. എല്ലാവർക്കും നമസ്കാരം. കൃഷി ഓഫീസർ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കർഷകരെ, കൃഷി ഓഫീസറുടെ വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു. നമുക്കെല്ലാം അറിയാവുന്നവരെല്ലാം ആധുനികവൽക്കരിച്ച് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൃഷിയും അതിൻ്റെ ഒപ്പം തന്നെ ചേർന്ന് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ അശ്വങ്ങൾ പഞ്ചായത്തും പുന്നിയം പാടശേഖരം വളരെ ഉത്സാഹത്തോടു കൂടി തന്നെയാണ് ഇവിടുത്തെ കർഷകർ കുറേ നാളുകളായിട്ട് കൃഷിയുമായിട്ട് നെൽകൃഷിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ കൃഷി ഓഫീസർ സൂചിപ്പിച്ചതുപോലെ വൈറ്റിലുള്ള ദീപാമാടം ചോദിച്ചു. ഞാൻ പറഞ്ഞത് നമുക്ക് കൃഷിയൊക്കെ കുറവാണെങ്കിൽ പോലും ഞങ്ങൾ എന്താവശ്യം ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചാലും ഇപ്പോൾ എല്ലാ സഹകരണവും നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു പഞ്ചായത്തിൽ നിന്ന് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നിവിടെ പുന്നിയം പാടശേഖരത്തിലും നെൽകൃഷിക്ക് മരുന്നടിക്കുന്ന പുതിയ സംവിധാനം ആദ്യമായിട്ടാണ് അശ്വനൂർ പഞ്ചായത്തിൽ ബ്ലോക്കിലും ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് തന്നെയാണ് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ തന്നെയാണെങ്കിലും ഇവിടെ ഒരു പരീക്ഷണം എന്ന് പറയേണ്ട ആവശ്യമില്ല. അവർ നിരവധി കാർഷികയിടങ്ങളിൽ മരുന്നടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവർ തന്നെയാണ്. അപ്പോൾ ഇതും നല്ല രീതിയിൽ തന്നെ വിജയിക്കും. ഇത് കണ്ടുകൊണ്ട് തന്നെ കൂടുതൽ ചുറ്റുവട്ടം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, കുറച്ച് ആളുകളൊക്കെ കപ്പ കൃഷി ചെയ്ത് പോകുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ കൂലി ചെലവ് വർദ്ധിക്കുന്നതാണ് അവർ പറയുന്ന ഒരു കാരണം. ഇങ്ങനെ ആധുനിക രീതിയിലുള്ള മരുന്നടി അടക്കമുള്ള സംവിധാനങ്ങൾ വരുന്നതും മുറയ്ക്ക് അവർ കൂടി ഇതിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പോകാൻ അടുത്ത വർഷം മുതൽ നമുക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ട എല്ലാ പരിശ്രമങ്ങളും കൃഷി ഓഫീസർ അടക്കമുള്ളവർ ചെയ്യും. ഈ മരുന്നടി നല്ല രീതിയിൽ തന്നെ വിജയിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ഒരു ചെയ്യുന്ന ഒരു പ്രവൃത്തിയെപ്പറ്റി ദീപാ മാഡം ഞാൻ പറഞ്ഞപ്പോൾ കൃഷി ഓഫീസറെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ ഇത് നമ്മൾ ഡ്രോൺ വെച്ച് അടിക്കുമ്പം അതിൻ്റെ എത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ടാണ് നമ്മൾ സാധാരണ അടിക്കുന്നതിനേക്കാളും കൂടുതലൊന്നും അറിയാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾക്ക് ഈ ഒരു ക്രോപ്പിൻ്റെ സ്റ്റേജ് മുഴുവൻ നമ്മൾ ഈ ക്രോപ്പിനെ പരീക്ഷിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ എഫക്റ്റ് എന്ന് കുറച്ച് അറിയാനുണ്ട്. അപ്പോൾ അതിനുമായിട്ട് നമ്മൾ ആദ്യം അത് പല ഘട്ടങ്ങളായിട്ട് പല മരുന്നുകൾ സ്പ്രേ ചെയ്യുന്നു. എന്നല്ല, ആദ്യം സുഡോമോണാസ് കൊടുക്കുന്നു, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് 2 പ്രാവശ്യമായിട്ട് സമ്പൂർണ്ണ സ്പ്രേയിങ്, പിന്നെ പൊട്ടാഷ്യം നൈട്രേറ്റ്, അങ്ങനെ നെല്ലിൻ്റെ ഉൽപ്പാദനവും ഗുണമേന്മയും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വിവിധ തരത്തിലുള്ള മരുന്നുകൾ ഡ്രോൺ വഴി സ്പ്രേ ചെയ്തുകൊണ്ട് മൊത്തത്തിലൊരു പാക്കേജ് ഉണ്ടാക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പദ്ധതി ഉള്ളത്. അപ്പോൾ ഈ പദ്ധതിക്കായിട്ട് അശ്വനൂർ പഞ്ചായത്തിൽ പുന്നിയം പാടശേഖരം മുന്നോട്ട് വന്നു. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇത് നന്നായിട്ട് വരാനുള്ള ആശംസകളും അറിയിക്കുന്നു.
ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കൂടുതൽ കിട്ടും. ഒരു 8 മിനിറ്റ് കൂടുതൽ കിട്ടും ബാറ്ററിയിൽ. പക്ഷേ 8 മിനിറ്റ് മതി നമുക്ക് 1 ഏക്കറൊക്കെ അടിക്കാൻ. 1 ഏക്കർ അടിക്കണം. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ എത്ര സെറ്റ് ബാറ്ററി കൂടെ വന്നപ്പോൾ? നമ്മുടെ ഒരു 4-5 സെറ്റ് ബാറ്ററി ഉണ്ടാവും. ഓക്കെ, 4-5 ഏക്കർ അടിക്കാനുള്ള. 40 മിനിറ്റ് 45 മിനിറ്റിനുള്ളിൽ ബാറ്ററി ഫുള്ളാവും. നമുക്ക് ചാർജറും കയ്യിലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ. പിന്നെ നമ്മുടെ വേറൊരു പ്രോഡക്റ്റ് ഉണ്ട് കമ്പനിയുടെ. അതിന് 4 റോട്ടറുകൾ. ഇത് 6 എണ്ണമില്ലേ, അതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയും ബാറ്ററി കൂടുതൽ കിട്ടും. അത് 20 മിനിറ്റിനടുത്ത് വരെ കിട്ടും. കണക്ക് ഞാൻ പറയാം. അപ്പോൾ അതിപ്പോൾ ഞാൻ മൊത്തം ഇതിനുള്ള അവർ തരാമെന്ന് പറഞ്ഞിട്ട് കാക്കനാട്. അപ്പോൾ അതിൽ നിന്ന് കാക്കനാട് പോകുമ്പോൾ അത് എടുത്തിട്ട് വരും. എടുത്തിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ പാഴ്സലുകൾ എല്ലാവർക്കും കൊടുക്കുക. മൊത്തം കൊടുക്കും. ശരിക്കും 10 ലിറ്റർ എന്ന് പറയുമ്പോൾ 10 ലിറ്റർ നമ്മൾ നിറച്ചേ എത്ര? 7 ലിറ്റർ അല്ലേ? എത്ര റൗണ്ട് പോകുമ്പോൾ അത്? അത് റൗണ്ടിനനുസരിച്ചാണ്. ഈ ലെങ്ത്തിനനുസരിച്ച് അത് മാറ്റം വരും. നമ്മളൊരു ഏരിയ എടുത്ത് വെച്ചെടുക്കണേ. ഇപ്പൊ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ലൈൻ മാക്സിമം ഒരു കാണാവുന്ന ഒരു ദൂരത്തിലുള്ളത് നമ്മളത് മാർക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ആ ലെങ്ത്തിൽ അടിച്ച് കംപ്ലീറ്റ് ആയിക്കോളും. നമുക്കൊരു 1 ഏക്കർ ഒരു 10 ലിറ്റർ എന്നുള്ള കണക്കിലാണ് ചെയ്യാറ്. പൊട്ടിക്കണ്ട. അല്ലെങ്കിൽ ഈ ഒരു ട്രിപ്പ് കൂടെ പോയിട്ട് ഒരു ആയുധം നോക്കിയാട്ടോ. നിങ്ങൾ ചായ കുടിക്കുന്നോ? ഇത് നമ്മുടെ അശമന്നൂർ പഞ്ചായത്തിലെ പുന്നയം പാടശേഖരമാണ്. അപ്പം നമ്മുടെ വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള മരുന്ന് പ്രയോഗം ജീവാണു വളങ്ങളാണ് പ്രയോഗിക്കുന്നത്. അതിന്റെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പാടശേഖരത്തിൽ ചെയ്യുന്നത്. ഏകദേശം 10 ഹെക്ടറോളം സ്ഥലമാണ് നമുക്ക് ഈ പാടശേഖരത്തിലുള്ളത്. അതിലൊരു 10 ഏക്കർ വരുന്ന സ്ഥലത്താണ് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ നട്ട് 20 ദിവസമായ സമയത്ത് സ്യൂഡോമോണാസിന്റെ ഒരു സ്പ്രേ ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം തുടർന്ന് സമ്പൂർണ്ണ അതുപോലെ പൊട്ടാസ്യം നൈട്രേറ്റ് അതുപോലുള്ള വളങ്ങളുടെ ഒരു പ്രയോഗം കൂടെ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഡ്രോണിന്റെ ഒക്കെ ഉപയോഗം നമുക്ക് വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. കാരണം തൊഴിൽക്ഷാമം അതുപോലെയുള്ള പ്രശ്നങ്ങളിൽ കർഷകർക്ക് വളരെയധികം ഉപകാരപ്രദമാണ് ഈ ഡ്രോൺ പോലെയുള്ള സംവിധാനങ്ങൾ. അപ്പോൾ അതിനെപ്പറ്റി കർഷകരെ കൂടുതൽ ബോധവാന്മാരാക്കുന്നതിനും അതുപോലെ അതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു എഫിഷ്യൻസി സംബന്ധിച്ച് ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രവുമായി ചേർന്നുകൊണ്ട് അശമന്നൂർ പഞ്ചായത്തിൽ നമ്മളിങ്ങനെ ഒരു സംരംഭം ഇന്നിവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. നമ്മുടെ ഈ ബ്ലോക്കിൽ തന്നെ ഈ പഞ്ചായത്തിലും ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു സംരംഭം ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ധാരാളം കർഷകർ ഇവിടെ വന്ന് ഇത് കാണുകയും ഇതിനെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്നും വരും സീസണുകളിൽ നമുക്ക് കൂടുതലായിട്ട് ഈ ഡ്രോണിന്റെ ഒരു ഉപയോഗം നമ്മുടെ പാടശേഖരങ്ങളിലേക്ക് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഈ ഡ്രോണിന്റെ ബാറ്ററി എത്ര മണിക്കൂറിന്റെ ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഇത് ഏക്കർ നമുക്ക് ഒരു 1.5-2 ഏക്കർ അടുപ്പിച്ച് ഒരു സെറ്റ് ബാറ്ററിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഒരു സെറ്റ് ബാറ്ററിയിൽ
2 ഏക്കർ. 2 ഏക്കർ. അപ്പോൾ എത്ര ടൈമും കിട്ടും അത്? ടൈം വന്നിട്ട് ഒരു 15 മിനിറ്റ്. ഞങ്ങളുടെ കമ്പനി ഫ്യൂസ്ലേജ് ഇന്നോവേഷനാണ്. എറണാകുളത്താണ്, കളമശ്ശേരി. ഞങ്ങളിപ്പം ഡ്രോൺ സ്പ്രേയിങ് ആണ് ഫീൽഡിൽ ചെയ്യണത്. അവൈലബിലിറ്റി എങ്ങനെയാണ്? ഞങ്ങളിപ്പോൾ പൈലറ്റ്സ് ലൈസൻസ്ഡ് പൈലറ്റായിരുന്നു പോകുന്നത്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വേറെയുണ്ട്, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ലോങ് പോയെന്ന് പറഞ്ഞാൽ കാഞ്ചീപുരം. പിന്നെ ഒന്ന് കേരളത്തിൻ്റെ കാസർഗോഡ്, ട്രിവാൻഡ്രം ഫുള്ള് കവറായി. 2-2.5 വർഷമായി കമ്പനി നിലവിലുണ്ടായി. ഓക്കെ. ആ കമ്പനി എവിടെ? ആലുവയിലാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജ്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എല്ലായിട്ടാണ്. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നമ്മൾക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.